ഹായ്. അപ്പം മിസ് എന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ഇല്ലേ, അതൊക്കെ എപ്പോഴും എന്താ പഠിക്കേണ്ട കാര്യം ഉണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയാൽ മതിയല്ലോ, മെയിൻ എക്സാമിന് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ വർഷം എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ആ ഒരു പാറ്റേണിലായിരുന്നു നമുക്ക് മെയിൻ എക്സാം ചോദിച്ചത്. മോഡലിന് പോലും അങ്ങനെ ചോദിച്ചത്. നോർമലി മോഡലാണ്, നമുക്ക് അതിൻ്റെ പേര് പറയുന്ന പോലെ നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ഒരു മോഡലാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത്. പക്ഷെ മോഡൽ എക്സാമിന് പോലും ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു ചോദിച്ചത്. പക്ഷേ ക്രിസ്മസ് എക്സാമിൻ്റെ പാറ്റേണിലായിരുന്നു മെയിൻ എക്സാം ചോദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അക്കൗണ്ടൻസി എങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ നോക്കി തുടങ്ങണം. ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് തന്നെ മെയിൻ എക്സാമിൻ്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ പഠിച്ചു പോകണം, എല്ലാ ടോപ്പിക്സും പഠിച്ചു പോകണം. പക്ഷെ ചില ടോപ്പിക്സുകൾ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ തന്നെ വിചാരിക്കുക ഇത് വിടാം. അങ്ങനെ ചിലപ്പോൾ വിടുന്ന ആൾക്കാരായിരിക്കും. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, ടൈമില്ല എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ടോപ്പിക്സ് വിട്ടിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ വിട്ടാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഓരോ ചാപ്റ്റർ വൈസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഓരോ ചാപ്റ്ററിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്സ് വിടാതെ പഠിക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നുള്ളതല്ല, പക്ഷെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിച്ചു പോകാന്നുള്ളതാണ്. സോ നമുക്ക് തുടങ്ങാം. നമുക്ക് 7 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന് കൂടുതൽ പറഞ്ഞ് കുളമാക്കുന്നില്ല, നമുക്ക് നേരിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറേ ടേമുകൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടേമുകളാണ് ഈ കൊടുത്തേ. നിങ്ങൾ ബാക്കിയുള്ള ടേമുകളൊക്കെ വിട്ടാൽ പോലും ഈ പറയുന്ന ടേമുകൾ വിടരുത്. ഓക്കെ, ഡെറ്റർ, ക്രെഡിറ്റർ, അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, എക്സ്പെൻസസ് എന്നുള്ള ടേംസ്, അത് എന്താണ്, മീനിങ് എന്താണ്, അസറ്റ്സ് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാം നോക്കി വെക്കുക. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ചാപ്റ്ററിന് മെയിനായിട്ട് പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങും അതേപോലെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇന്റേണൽ എക്സ്റ്റേണൽ എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾ വിടാതെ പഠിക്കുക. ബാക്കിയുള്ളത് വിടണം എന്നുള്ളതല്ല, പക്ഷെ ഇനി എന്തൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ബേസ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ, കുറേ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഈ കൊടുത്തേക്കുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി, മാച്ചിങ് കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി, ഡുവൽ ആസ്പെക്ട്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഓക്കെ, ഇത്രയും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളിൽ വരുന്ന സംഭവമാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നുള്ളതല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ബാക്കിയുള്ളതും പഠിക്കുക. അതേപോലെ പഠിക്കേണ്ട സംഭവമാണ് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിൽ വരുന്ന ചെറിയൊരു പോർഷനാണ് GST എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ GSTയിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുത്തേക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി. അത് ഏതാ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്, ബട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ല. പിന്നെ ടൈപ്സ് ഓഫ് GST എന്നുള്ളതും. ഓക്കെ, ഇത് ഇത്രയാണ് മെയിനായിട്ടും ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട സംഭവം. അടുത്ത നമുക്ക് നോക്കാം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലാണ് നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലം മെയിനായിട്ടും നോക്കേണ്ട സംഭവമാണ്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ടും നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ജേർണൽ എൻട്രീസ്, പിന്നെ സോഴ്സ് ഡോക്യുമെന്റ്. ഓക്കെ, സോഴ്സ് ഡോക്യുമെന്റിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ എന്താണ് സോഴ്സ് ഡോക്യുമെന്റ് എന്നുള്ള സംഭവങ്ങൾ. അതുപോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നുള്ളത് അറിയാം, മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു ഇതൊക്കെ വെച്ചിട്ട് കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡീലർ. അതേപോലെ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതിൽ വരുന്നതാണ് ലെഡ്ജർ പ്രിപ്പറേഷൻ എന്നുള്ളത്. അത് ആക്ച്വലി നിങ്ങൾ ലെഡ്ജർ എന്താണെന്നുള്ളതും ജേർണൽ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ജേർണൽ ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള രീതിയിലും അറിഞ്ഞിരിക്കുക. ആൻഡ് ലെഡ്ജർ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കത്തില്ല, പ്രിപ്പയർ ലെഡ്ജർ എന്നുള്ള രീതി എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല. പക്ഷേ അത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൺഫ്യൂഷൻ വരില്ല. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ അത് ഉപകാരപ്പെടും. എന്താണ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ചാപ്റ്ററിൽ ലെഡ്ജേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഫോമാറ്റ് എങ്ങനെയാണ്,
എങ്ങനെയാണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് യൂസ്ഫുൾ. അല്ലാതെ നിങ്ങൾ ലെജർ പ്രിപ്പയർ ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ചോദിക്കുമോ എന്നുള്ള അറിയില്ല, ബട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഫോമാറ്റ് ജസ്റ്റ് നോക്കി വെക്കാന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് യൂസ് ആവും. അല്ല, മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണ്, ഇത് ഈ കൊടുത്തേക്കുന്നത്. അതേപോലെ ജേർണൽ ലെജറും തമ്മിലുള്ള ഡിഫറൻസും അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. ചാപ്റ്റർ 4 ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്ന് പറഞ്ഞാൽ ഇതും പ്രോബ്ലം തിയറി എല്ലാം കൂടെ വരുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, നമ്മൾ ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴേ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ ചാപ്റ്ററിൽ നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഈ പറയുന്നത്. ഓക്കെ, കാരണം ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്കീം ഓഫ് വർക്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴും മനസ്സിലാവും ഏറ്റവും കൂടുതൽ മാർക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതേപോലെ വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിങ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ പഠിക്കാൻ തിയറിയും പ്രോബ്ലം എല്ലാം ഈക്വൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്നും പറഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ കോളം നിങ്ങൾക്ക് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ അത് പഠിക്കുക. അതേപോലെ വരുന്നതാണ് അത് സബ്സിഡറി ബുക്സ് അല്ലെ, പെർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പെർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, അത് ഏതൊക്കെയാണ് അതിന്റെ ഡെഫിനിഷൻ സംഭവം കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ കോൺട്രാ എൻട്രി എന്നുള്ള അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ തന്നെ വരുന്നതാണ്. പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ടും പഠിച്ചു, കാരണം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ഓക്കെ, ക്രെഡിറ്റ് നോട്ട് ഏതാണ്, ഡെബിറ്റ് നോട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, എപ്പോഴാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ വരുന്നതാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതിന്റെ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ കുറെ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നോക്കി വെക്കുക. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് തന്നെ ചാപ്റ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലോട്ടൊന്നും കിടക്കാത്തതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ചോദിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് ഇംപ്രസ് സിസ്റ്റം. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇംപ്രസ് സിസ്റ്റത്തിലാണ്. അപ്പോൾ ആ ഇംപ്രസ് സിസ്റ്റം എന്താണെന്നുള്ള കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. ഇപ്പോൾ ഒരു വർഷമായിട്ട് അല്ലെ അതിന് മുന്നേ ഒക്കെ ഇംപ്രസ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്നുള്ള രീതിയിൽ പ്രോബ്ലം തിയറി ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വിടുന്ന ഒരു സംഭവമായിരുന്നു, പക്ഷെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് വരുന്നത്. പിന്നെ ഞാൻ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ. അതായിരിക്കാം നിങ്ങളുടെ എല്ലാവരും ഒരു പേടി സ്വപ്നം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നോർമലി ചോദിക്കാറുള്ളൂ. അപ്പൊ തിയറി എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട എന്തിനാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള നീഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അതേപോലെ ഡിഫറൻസ്, ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെ പാസ്ബുക്ക് തമ്മിലുള്ള ഡിഫറൻസ് വരാനുള്ള കോഴ്സസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലും പറഞ്ഞ് അത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്, എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, തിയറി എന്നുള്ള രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ആ ഒരു ഡിഫറൻസ്. പിന്നെ അതിനെയാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അത് ഏതാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണോ, ബാലൻസ് ആസ് പെർ ഓഡി ആണോ, അങ്ങനെ എന്താ ഓഡി ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ, ഓഡി ആസ് പെർ പാസ്ബുക്ക് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് 4 പഠിച്ചു വെക്കാന്നുള്ളതേ ഉള്ളൂ. 2 പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 നമുക്ക് പഠിക്കാൻ പറ്റും. ബട്ട് എനിവേ അത് നമുക്ക് ഏതാണെന്നുള്ള ഞാൻ സ്പെസിഫിക്കലി ഇന്നത് മാത്രം പഠിക്കാന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാം പഠിച്ചു പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ബാക്കി തിയറി എന്നുള്ള രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ അടുത്ത ചാപ്റ്ററാണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു തിയറി എന്നുള്ള രീതിയിൽ പഠിക്കേണ്ടതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഓക്കെ, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. പിന്നെ ടൈപ്സ് ഓഫ് എറേഴ്സ്, അതിന്റെ പേര് പറയുന്നത് ടൈപ്സ് ഓഫ് എറേഴ്സ്. അതും എന്താണ് നമ്മൾ തിയറി എന്നുള്ള രീതിയിലും അറിഞ്ഞിരിക്കണം, അതിന്റെ ഒരു എക്സാമ്പിളും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് എന്താണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. നമ്മൾ ടൈപ്സ് ഓഫ് എറേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എറേഴ്സ് എങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്നുള്ളതും നോക്കുക. പിന്നെ വരുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ഓക്കെ, ട്രയൽ ബാലൻസ് കുറെ ഐറ്റംസ് തന്നിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിൽ ചോദിക്കും. അത് മെയിൻ എക്സാമിനും 100% ചോദിക്കും എന്നുള്ളതല്ല, പക്ഷെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിപ്രീസിയേഷൻ, റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംഭവമാണ് എന്താണ് റിസർവ്സും പ്രൊവിഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ റിസർവ്സിന്റെ അകത്ത് വരുന്ന കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത് പക്ഷെ ഡിഫറൻസ് നല്ലോണം അറിഞ്ഞിരിക്കുക. അതേപോലെ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് എന്ത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതിന്റെ മീനിങ് അറിഞ്ഞിരിക്കുക, തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക.
കൃത്യമായിട്ട് എന്താണ് സംഭവം ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും വരുന്ന പ്രോബ്ലംസും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. ഏത് വേണമെങ്കിലും ചോദിക്കാം. സ്ട്രേറ്റ് ലൈൻ സിമ്പിളാണ്, അതിന് ചോദിക്കത്തില്ല അങ്ങനെ വിചാരിക്കേണ്ട, അതിന് ചോദിക്കാറുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും ചോദിക്കാറുണ്ട്. അതിൽ പിന്നെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് അല്ലാതെ നമുക്ക് ലൈവിലൊക്കെ വരുമ്പോൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ 7 ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, അപ്പം മറന്നു പോകരുത്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകാന്നുള്ളതല്ല, പക്ഷെ ഇത് വിടരുത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞ സംഭവങ്ങൾ വിടാതെ പഠിച്ചിട്ട് പോവാം. താങ്ക് യു.